വീട്ടിലുണ്ടായ ചെറിയ എന്തോ പ്രശ്നത്തിന്റെ പേരിൽ നാടുവിട്ട് പോയ 2 പെൺകുട്ടികൾ, അവരെ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ നമ്മുടെ പോലീസ് സംഘം അവരെ കണ്ടെത്തുന്നു, അവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ താനൂരിലെ പെൺകുട്ടികളെ കാണാതായ ഈ സംഭവത്തിൽ തുടരന്വേഷണത്തിനായി താനൂർ പോലീസ് മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അന്വേഷണ സംഘം മുംബൈയിലേക്ക് എത്തും. പെൺകുട്ടികൾ പോയ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണം നടത്തും. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, നമ്മൾ ഈ കുട്ടികൾ ഒരു സലൂണിൽ പോയ അവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നതും പിന്നീട് പോലീസ് അങ്ങോട്ട് പോകുന്നതും ഒക്കെ. അപ്പോൾ ഈ അരിച്ചു പറക്കിയുള്ള അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണോ പോലീസ്? തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ്. ഈ 2 പെൺകുട്ടികളും കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീട്ടിൽ നിന്നും പോകുന്നത്. ട്രെയിൻ വഴി ഇവർ മുംബൈയിലെത്തുകയായിരുന്നു. മുംബൈയിൽ ചെന്നതിന് ശേഷം ഒരു സലൂണിൽ പോവുകയും മുടി വെട്ടുകയും എല്ലാം ചെയ്തു. അവിടെ എങ്ങനെ എത്തി, അതിനുള്ള സാഹചര്യം എന്ത്, എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നുള്ളതെല്ലാം വിശദമായി അന്വേഷിക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടി തന്നെയാണ് പോലീസ് പോകുന്നത്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മുംബൈയിലെ സലൂണുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ, പ്രതികരണങ്ങളെല്ലാം വന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക തന്നെയാണ് താനൂർ പോലീസിന്റെ ലക്ഷ്യം. അത് തന്നെയാണ് ഈ കുട്ടികളെ അവിടെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം വിശദമായി പരിശോധിക്കുവാൻ വേണ്ടി തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് താനൂരിലെ പോലീസ് സംഘം 3 അംഗ സംഘം ഇപ്പോൾ മുംബൈയിലേക്ക് തിരിച്ചിരിക്കുന്നത്. മുംബൈയിൽ ഇന്ന് അവർ എത്തും. വിശദമായി അന്വേഷിച്ച് മുംബൈ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ പെൺകുട്ടികൾ പോയ സ്ഥലങ്ങളിലൊക്കെ അന്വേഷണം നടത്താൻ പോലീസ് തിരിച്ചിട്ടുണ്ട്.